Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയാസ് കോളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പയ്യന്നൂരിൽ നിരോധിച്ച ഓൺലൈൻ പടക്കങ്ങൾ പിടികൂടി. ശിവകാശിയിൽ നിന്നും വാഹനത്തിൽ കൊണ്ടുവന്ന് പടക്കങ്ങൾ പയ്യന്നൂർ കോത്തായിമുക്ക് നാഷണൽ ഹൈവേയിൽ നിന്നും വിതരണം ചെയ്യുമ്പോൾ നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി വാഹനം പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. പയ്യന്നൂർ കോത്തായിമുക്ക് നാഷണൽ ഹൈവേയിൽ നിരോധിച്ച ഓൺലൈൻ പടക്കങ്ങൾ പിടികൂടി. ശിവകാശിയിൽ നിന്നും വാഹനത്തിൽ കൊണ്ടുവന്ന് പടക്കങ്ങൾ വിതരണം ചെയ്യുമ്പോൾ നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയാണ് ചെയ്തത്. പോലീസ് സ്ഥലത്തെത്തി വാഹനം പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഉത്സവ സീസൺ ആരംഭിച്ചതോടെ വ്യാപകമായാണ് ഓൺലൈൻ പടക്കങ്ങൾ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത്. സുപ്രീംകോടതി വിധി മറികടന്നാണ് അനധികൃതമായി ഓൺലൈൻ പടക്കങ്ങൾ വ്യാപകമായി എത്തിക്കുന്നത്. 2015 ഒക്ടോബർ 15-നാണ് ഓൺലൈൻ പടക്ക വിൽപ്പന പൂർണ്ണമായും സുപ്രീംകോടതി നിരോധിക്കുന്നത്. അനധികൃത പടക്ക വിൽപ്പനയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫയർവർക്സ് മെർച്ചന്റ്സ് അസോസിയേഷൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകിയിരുന്നു. അധികാരികൾ ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഫയർവർക്സ് മെർച്ചന്റ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ വിഷു വരുന്ന ഈ അവസരത്തിൽ ഒരുപാട് ഇത്തരം കച്ചവടം വരുന്നൊരവസ്ഥയുണ്ട്. വ്യാപാര മാന്ദ്യം കൊണ്ട് പൊറുതിമുട്ടുന്ന ഈ സമയത്ത് ഇത്തരം വ്യാപാരങ്ങളെ പൂർണ്ണമായും നിരോധിച്ചേ മതിയാവും. എല്ലാവിധ ടാക്സുകളും അടച്ച് എല്ലാ ലൈസൻസും എടുത്ത് ചെയ്യുന്ന ഈ കച്ചവടം ഇതൊന്നും ചെയ്യാതെ ഇതൊക്കെ വരുന്നത് പയ്യന്നൂരിലാണ്. തീർച്ചയായും ഈ ഒരു പ്രവണത അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി ഇവിടുത്തെ വെടി വ്യാപാരികൾ മാത്രമല്ല ഇവിടുത്തെ പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പോലും മുന്നോട്ട് വരുമെന്ന് മാത്രം ഈ കാര്യത്തിൽ മുന്നറിയിപ്പിക്കുകയാണ്. അലക്ഷ്യമായി പടക്കങ്ങൾ കൈകാര്യം ചെയ്തതിന് തമിഴ്നാട് സ്വദേശി കറുപ്പുസ്വാമിയുടെ പേരിൽ കേസെടുക്കുമെന്ന് പയ്യന്നൂർ പോലീസ് അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി താവം മേൽപ്പാലം വീണ്ടും അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരിക്കുകയാണ്. പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിലും സമാനമായ രീതിയിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയതോടെ പഴയങ്ങാടി മേഖലയിലെ ജനങ്ങൾ ഏറെ വലഞ്ഞിരിക്കുകയാണ്. കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചാലും ശാശ്വത പരിഹാരം വേണമെന്നാണ് ആവശ്യം. ഏറ്റവും വലിയ അഴിമതിയുടെ ഉദാഹരണമാണ് താവം മേൽപ്പാലവും അതുപോലെ പാപ്പിനിശ്ശേരി മേൽപ്പാലവും. താവം മേൽപ്പാലം അറ്റകുറ്റപ്പണിക്കായി വീണ്ടും അടച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. ദുരിതം ഇപ്പം ഈ പാലം വന്നത് മുതലേ ദുരിതം അനുഭവിക്കുന്നു ജനങ്ങൾ. ഇപ്പം മൊത്തം പൂട്ടി. ഇപ്പം പാപ്പിനിശ്ശേരിയും പൂട്ടി, പഴയങ്ങാടിയും പൂട്ടി. ഇപ്പം പഴയങ്ങാടി പാപ്പിനിശ്ശേരി എല്ലാം ഒന്നിച്ച് പൂട്ടിയോണ്ട് ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജനങ്ങൾ നടന്നിട്ട് പോകുന്നു. ഓരോ പാവം ഫാമിലി ആയിട്ടും കുട്ടികളെല്ലാം ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നെങ്കിൽ നിങ്ങൾ ഇത്രയും ബ്ലോക്കാണ്. അപ്പോൾ ബ്ലോക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഹോം ഗാർഡിനോ പോലീസിനോ വെച്ചിട്ട് കുറച്ച് നിയന്ത്രിക്കലാണ് നല്ലത്, ഏറ്റവും നല്ലത്. അല്ലാതെ ഇത് മുന്നോട്ട്. പിന്നെ റംസാൻ കാലം വരികയാണ്. ഈ റംസാൻ കാലവും ഭയങ്കര ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക്. കഴിഞ്ഞ ദിവസമാണ് പഴയങ്ങാടി താവം മേൽപ്പാലം അടച്ചിട്ടുകൊണ്ട് അറ്റകുറ്റപ്രവൃത്തി ആരംഭിച്ചത്. പാപ്പിനിശ്ശേരി പാലത്തിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയിട്ട് 2 ആഴ്ച പിന്നിട്ടു. എന്നാൽ പാലങ്ങൾ അടച്ചതോടെ ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതം ചെറുതല്ല. ബസ്സുകൾ ഷട്ടിൽ സർവീസ് നടത്തുന്നതിനാൽ പഴയങ്ങാടിയിൽ നിന്ന് താവം പാലത്തിന് ഇപ്പുറം വരെ വിദ്യാർത്ഥികളും വയോധികരും ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ഏറെ ദൂരം നടന്നു വേണം എത്താൻ. വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്ന താവം, ദാലിൽ പോലുള്ള പോക്കറ്റ് റോഡുകളിലെ ഗതാഗത കുരുക്കിനെ കുറിച്ച് ജനങ്ങൾ തന്നെ പറയും. ചെറിയ പോക്കറ്റ് റോഡിലൊക്കെ വല്ലാത്ത ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട്. ഇതിന് മുന്നേ 2-3 പ്രാവശ്യം ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളെ പരീക്ഷ ഇതെല്ലാം വരാൻ പോകുന്നതാണ്. ഇതേത് എത്ര ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ തുറക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടുന്നത് എത്രയും പേര് പെട്ടെന്ന് തുറന്ന് ജനങ്ങൾക്ക് സൗകര്യപ്രദ രീതിയിൽ വേണമെന്നാണ് പറയാനുള്ളത്. തുടക്കം മുതൽ തന്നെ പാലം പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുഷ്കരമാകാറുള്ളത് ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിൽ ആക്കാറുണ്ടായിരുന്നു. പാലത്തിന്റെ നിർമ്മാണത്തിലെ സാങ്കേതിക പിഴവുകളാണോ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. അറ്റകുറ്റപ്പണിക്കായി താവം മേൽപ്പാലം അടച്ചതോടുകൂടി ഏറെ ദുരിതമാണ് പ്രദേശത്തുകാർ അനുഭവിക്കുന്നത്. ഇതിന് ശാശ്വതമായൊരു പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ.
ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവും, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ നഗരസഭ 14-ാം പഞ്ചവത്സര പദ്ധതി 2026-27 വികസന സെമിനാർ കണ്ടോത്ത് കൂർമ്പ ഓഡിറ്റോറിയത്തിൽ നടന്നു. ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർപേഴ്സൺസ് ജനറൽ സെക്രട്ടറി വി രമേശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാന വർഷമായ 2026-27 വാർഷിക പദ്ധതി കരട് ചർച്ച ചെയ്ത് അന്തിമമാക്കുന്നതിനായുള്ള വികസന സെമിനാർ കണ്ടോത്ത് ശ്രീ കൂർമ്പ ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി അധ്യക്ഷത വഹിച്ച സെമിനാറിൽ നഗരസഭയുടെ വികസന കാഴ്ചപ്പാടും 2025-26 വർഷം നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ അവലോകനവും വൈസ് ചെയർപേഴ്സൺ അവതരിപ്പിച്ചു. 2026-27 വർഷ പദ്ധതിയുടെ രേഖാവതരണം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം രാമകൃഷ്ണൻ നടത്തി. നിലവിലുള്ള ജനപ്രതിനിധികൾ, മുൻകാല ജനപ്രതിനിധികൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ തുടങ്ങി 500-ലധികം പേർ പങ്കെടുത്തു. 16 മേഖലകളിലായി കരട് പ്രൊജക്ടുകൾ ചർച്ച ചെയ്തു. ആവശ്യമായ ഭേദഗതികൾ രേഖപ്പെടുത്തി ക്രോഡീകരിച്ച് കരട് വാർഷിക പദ്ധതി മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകി. വിഷൻ 2050 നഗരവികസന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ, നഗരത്തിൽ ആധുനിക ബസ് കാത്തിരിപ്പ് കേന്ദ്രം, ഗാന്ധി പാർക്ക് പുനരുദ്ധാരണം, മണിയറ പാടശേഖരം സൗന്ദര്യവൽക്കരണം എന്നിങ്ങനെ വിവിധ ക്ഷേമ പരിപാടികൾ ഉൾപ്പെടെയുള്ള 229 പ്രൊജക്ടുകളാണ് വികസന സെമിനാറിൽ പരിഗണിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളിലൊന്നിന് തയ്യാറെടുക്കേണ്ട +2 വിദ്യാർത്ഥി അർജുൻ ഇന്ന് മറ്റൊരു പരീക്ഷണത്തിന് നടുവിലാണ്. അച്ഛൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വീട് ബാങ്ക് ലേലം ചെയ്യുന്നതിലൂടെ ഉണ്ടായേക്കാവുന്ന ജീവിത പരീക്ഷയാണത്. +2 പരീക്ഷാ ദിനത്തിൽ അർജുൻ്റെ വീട് ലേലം ചെയ്യാൻ ബാങ്ക് തയ്യാറാകുമ്പോൾ നെഞ്ചുരുകിയാണ് അർജുൻ പരീക്ഷയെയും ജീവിത പരീക്ഷണത്തെയും നേരിടുന്നത്. ഇടയിലെക്കാട്ടെ പരേതനായ വി സുനിലിന്റെ മകനാണ് കെ അർജുൻ. വീട് നിർമ്മാണത്തിനായി കാനറ ബാങ്ക് തൃക്കരിപ്പൂർ ശാഖയിൽ നിന്നും സുനിൽ എടുത്ത വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്നാണ് അർജുന്റെ വീടും 17.25 സെന്റ് സ്ഥലവും ലേലം ചെയ്യാൻ ബാങ്ക് തീരുമാനിക്കുന്നത്. യാദൃശ്ചികമെന്ന് പറയട്ടെ, അർജുന്റെ പരീക്ഷാ ദിനമായ ഫെബ്രുവരി 17-നാണ് ലേലവും നിശ്ചയിച്ചിരിക്കുന്നത്. തൃക്കരിപ്പൂർ ടൗണിലെ വ്യാപാരിയായിരുന്ന സുനിൽ 2021 രോഗബാധിതനായി മരിച്ചതോടെയാണ് ഈ കുടുംബത്തിന്റെ ജീവിതതാളം തെറ്റിയത്. അച്ഛന്റെ മരണശേഷം വായ്പാ തിരിച്ചടവ് പൂർണ്ണമായും മുടങ്ങി. പാരമ്പര്യ സ്വത്തിന്റെ വിഹിതം കിട്ടിയപ്പോൾ ചെറിയൊരു തുക അടച്ചതൊഴിച്ചാൽ ബാക്കി തുക കണ്ടെത്താൻ ഈ കൊച്ചു കുടുംബത്തിന് സാധിച്ചില്ല. അമ്മയുടെ പുനർവിവാഹത്തോടെ അമ്മൂമ്മയുടെ സംരക്ഷണത്തിലായിരുന്ന അർജുനും സഹോദരിയും ഏറെ കഷ്ടപ്പെട്ടാണ് ജീവിതം മുന്നോട്ട് നീക്കിയത്. സഹോദരിയുടെ വിവാഹം കഴിഞ്ഞതോടെ അർജുൻ ഇപ്പോൾ ചെറുവത്തൂർ മുണ്ടക്കണ്ടത്തെ വീട്ടിലാണ് താമസം. 8 ലക്ഷത്തിലധികം കടമുള്ളതിനാൽ നിലവിൽ 10 ദിവസമായി അർജുന്റെ വീട് ബാങ്ക് അധികൃതർ പൂട്ടി സീൽ ചെയ്തിരിക്കുകയാണ്. 8,12,959 രൂപയാണ് ബാങ്കിന് ലഭിക്കേണ്ടത്. 17.25 സെന്റ് സ്ഥലത്തിനും വീടിനും 19,62,000 രൂപയാണ് ബാങ്ക് തീരുമാനിച്ച മതിപ്പ് വില. പഠനം കഴിഞ്ഞ് ഒരു ജോലി നേടി കടം വീട്ടാമെന്ന അർജുന്റെ ആത്മവിശ്വാസത്തിന് മുന്നിൽ ബാങ്കിന്റെ കടുത്ത നടപടികൾ വിലങ്ങുതടിയാവുകയാണ്. കഴിഞ്ഞ 10 ദിവസമായി പഠനത്തിൽ ശ്രദ്ധിക്കാനോ ഉറങ്ങാനോ കഴിയാത്ത അവസ്ഥയിലാണ് ഈ വിദ്യാർത്ഥി. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്ക് നിവേദനം നൽകിയെങ്കിലും ഇതുവരെ അനുകൂലമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പഠിച്ച് ഒരു ജോലി കിട്ടിയാൽ ഞാൻ ഈ കടം തീർക്കാം, അതുവരെ എനിക്ക് സാവകാശം നൽകണം എന്ന അർജുന്റെ ഈ അപേക്ഷയിൽ ഒരു നാടിന്റെ മുഴുവൻ വേദനയുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ ഭാവി ഇരുട്ടിലാക്കുന്ന ബാങ്ക് നടപടികളിൽ ജില്ലാ ഭരണകൂടം ഉടൻ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ ഇടപെടലിൽ +2 പരീക്ഷ കഴിയുന്നതുവരെ ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്ന ആവശ്യമാണ് ബാങ്ക് അധികൃതർക്ക് മുന്നിൽ MP നിർദ്ദേശിച്ചത്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇടപെട്ടത്. ഇതോടെ അർജുന് താൽക്കാലിക ആശ്വാസമായി. എന്നാലും പരീക്ഷാ ഹാളിൽ ശാന്തമായിരിക്കേണ്ട അർജുന് സ്വന്തം വീട് ലേലം വിളിക്കുന്നത് കേട്ടുനിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഒരു സമൂഹത്തിന് തന്നെ അപമാനമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവെള്ളൂരിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ ഒന്നാണ് കൂക്കാനത്തെ മായിലൻ പാലം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ പാലം ഒരു കാലത്തെ കാർഷിക സംസ്കാരത്തിന്റെ തിരുശേഷിപ്പ് കൂടിയാണ്. കറുത്തവരുടെ കഥകൾ ചരിത്രം എക്കാലത്തും തിരസ്കരിച്ചിട്ടേയുള്ളൂ. അങ്ങനെ തമസ്കരിക്കപ്പെട്ടു പോയ ഒന്നാണ് കരിവെള്ളൂർ കൂക്കാനത്തെ മായിലൻ പാലം. കരിവെള്ളൂരിൻ്റെയോ കൊടക്കാടിൻ്റെയോ ചരിത്രത്തിൽ മാവിലൻ രാമനും പാലവുമില്ല. കൂക്കാനത്തെ ഭരതൻ മാഷാണ് പാലത്തിൻ്റെയും അതിൻ്റെ പിന്നിലുള്ള ചരിത്രവും പുറത്തു കൊണ്ടുവന്നത്. കൂക്കാനത്തെ മാതമണൽ പാടശേഖരത്തെയും
കൊടക്കാട്ടെ ചൂട്ടോം പാടശേഖരത്തെയും ബന്ധിപ്പിക്കുന്ന പാലമാണിത്. കാലങ്ങൾ കടന്നിട്ടും പാലത്തിന് യാതൊരു കേടുപാടുകളും വന്നിട്ടില്ല എന്നത് അക്കാലത്തെ മനുഷ്യരുടെ കഴിവിൻ്റെ അടയാളമാവുകയാണ്. തോട്ടിൻകരകളിൽ പച്ചക്കറി കൃഷിയുടെ സമ്പന്നതയുടെ ഒരു കാലമുണ്ടായിരുന്നു. തോട്ടിലെ വെള്ളം മാത്രമല്ല, ധാരാളം കോവലുകളും അക്കാലത്ത് ഇവിടെ നിർമ്മിച്ചിരുന്നു. കൃഷിയും ആളും ആരവങ്ങളും അക്കാലങ്ങളിൽ ഇവിടം സമ്പന്നമാക്കിയിരുന്നു. അതൊക്കെ എങ്ങോ പോയി മറിഞ്ഞു. അതിൻ്റെ സ്ഥാനത്ത് പലയിടത്തും നാണ്യവിളകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഈ മായിലം പാലം എന്ന് പറയുന്നത് ഈ രണ്ട് കരക്കാരുടെയും അകൽച്ചയുടെ ഒരു തീർപ്പ് തന്നെയായിരുന്നു. കാരണം ഈ കൊടക്കാട് ഓലാട്ട് ഉള്ള പ്രദേശത്തുകാരുടെ പല ആൾക്കാരുടെയും കൃഷിസ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഈ ചൂട്ടം പാടശേഖരത്തിൻ്റെ തൊട്ട് തെക്ക് ഭാഗത്തുള്ള മാതമണൽ പാടശേഖരമായിരുന്നു. അപ്പോൾ അവർക്ക് കൃഷി ആവശ്യത്തിനായിട്ട് ഈ ഭാഗത്തേക്ക് വരുവാൻ വേണ്ടിയിട്ട് ഈ പാലം വളരെ അത്യാവശ്യമായിരുന്നു. അപ്പോൾ ആ ഒരു ആവശ്യബോധമായിരിക്കാം നാട്ടുകാരുടെ എല്ലാം കൂട്ടായ്മയിൽ ഈ ഒരു പാലം ഉണ്ടായത്. വിനാശകാരികളായ അധിനിവേശ പച്ചകൾ മണ്ണിൻ്റെ വേരറുത്തു തുടങ്ങിയിരിക്കുന്നു. കോൺക്രീറ്റ് സൗധങ്ങൾ ഇവിടേക്ക് ഇനിയും കടന്നു വന്നിട്ടില്ല. അതായിരിക്കാം ഇവിടുത്തെ തണുപ്പിൻ്റെയും ശാന്തതയുടെയും കാരണം. ഇതിൻ്റെ വടക്കേ അറ്റത്താണ് മാവിലൻ രാമനും കുടുംബവും താമസിച്ചിരുന്നത്. വലിയ കുടുംബമായിരുന്നു അത്. ഇവിടെ പൊന്നു വിളയിച്ചിരുന്നത് രാമനും കുടുംബവുമായിരുന്നു. കൂടാതെ കാർഷിക ഉപകരണങ്ങളും മറ്റും നിർമ്മിച്ചും ഉപജീവനം നടത്തിയിരുന്നു. ഒരിക്കൽ ചന്ദൻ്റെ മകൻ കളിക്കുന്നതിനിടയിൽ വീടിന് തീ പിടിച്ചു. വീടിനകത്ത് കിടന്നുറങ്ങുകയായിരുന്ന പെൺകുട്ടിയെ രക്ഷിക്കാനേ കഴിഞ്ഞുള്ളൂ. ബാക്കിയൊക്കെ വെണ്ണീറായി. ഹതാശരായ രാമനും കുടുംബവും എവിടേക്കോ യാത്രയായി. ആ വീടിൻ്റെ തറയും ചുമരും പറമ്പും ഇന്നും ഇവിടെ ബാക്കിയാണ്. ആരും അത് കയ്യേറിയിട്ടില്ല. മായിലൻ പാലവും ഇരുകരകളും വനഭംഗി ചുരത്തുന്ന രാമൻ്റെ പറമ്പും പഴയകാല കാർഷിക സംസ്കാരത്തിൻ്റെ മരിക്കാത്ത ഓർമ്മകളായി അവശേഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടി 7 വയസ്സുകാരൻ. 8ാമത് കേരള സ്റ്റേറ്റ് CBSE ഓപ്പൺ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച് വെള്ളി മെഡൽ നേടിയ പയ്യന്നൂർ ബൈപ്പാസ് റോഡിലെ ആദിൻ അരുണിന്റെ വിശേഷങ്ങളിലേക്ക്. ാമത് കേരള സംസ്ഥാന തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡലും 2ാം സ്ഥാനവും നേടിയ ആദിൻ അരുണാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. എന്തൊക്കെയാണ് അതിന്റെ വിശേഷങ്ങളെന്ന് ചോദിക്കാം. അപ്പോൾ എത്ര വർഷമായി മോൻ പഠിക്കാൻ തുടങ്ങിയിട്ട്? 1 വർഷമായിട്ട്. 1 വർഷമായി. ഇന്നിപ്പോൾ ഈ നേട്ടം കിട്ടിയത് 8ാമത് സ്റ്റേറ്റ് മത്സരത്തിലാണ്. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ വിശേഷങ്ങൾ? സന്തോഷമാണ്. അപ്പോൾ എവിടുന്നാ പഠിക്കുന്നത്? ഇവൻ പഠിക്കുന്നത് ഇവിടെ പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിൽ ഫൈറ്റേഴ്സ് ട്രെയിനിങ് സെൻറ്റർ, തൈക്കോണ്ടോ ട്രെയിനിങ് സെൻ്ററാണ്. സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകൃത പയ്യന്നൂരുള്ള ഏക ട്രെയിനിങ് സെൻ്ററാണിത്. ആരെ ശിക്ഷണത്തിലാണ് പഠിക്കുന്നത്? ഡെനീഷ് സാറും പിന്നെ കമലാക്ഷൻ സാറും അവരിലാണ്. അപ്പോൾ മോനി ഇങ്ങനെ ഒരു ഇത് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് സ്വയം പറഞ്ഞതാണോ അല്ല നിങ്ങളെ ഫോഴ്സ് കൊണ്ട് ചേർത്തതാണോ? അല്ല, ഇങ്ങനെ ഇതിന് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇവന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കൊണ്ട് ചേർത്തതാണ്. ആദിന എല്ലാവരും എന്നാ വിളിക്കല് വീട്ടില്? വീട്ടിൽ വിളിക്കുന്നവര് ദിച്ചു അല്ലേ? അപ്പോൾ ദിച്ചു ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അൽഫോൺസയില്. അപ്പോൾ ഈ സമ്മാനം കിട്ടിയിട്ട് സ്കൂളിൽ നിന്ന് എല്ലാവരും എന്നാ പറഞ്ഞേ? ടീച്ചറും അതുപോലെ ഫ്രണ്ട്സും കൺഗ്രാജുലേഷൻ. വീട്ടിൽ നിന്നോ? നല്ല സപ്പോർട്ടാ? എപ്പാണ് ക്ലാസ്സിന് പോലെ? ഏത് ദിവസമാണ് ക്ലാസ് ഉണ്ടാവല് തൈക്കൊണ്ടോ? ശനി ഞായറും. DYFIക്കാർ അനുമോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാർഡ് സഭയിൽ അനുമോദനം കിട്ടി. സ്കൂളിൽ മൺഡേ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഇനിയും തൈക്കോണ്ടോ നല്ല രീതിയിൽ പഠിച്ചിട്ട് ഇപ്പോൾ സെക്കൻഡ് അല്ലേ കിട്ടിയത്, ഇനിയിപ്പോൾ ഫസ്റ്റ് കിട്ടി സ്വർണ്ണ മെഡൽ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇവനൊരു കഴിവുണ്ടെന്ന് ആരാന്ന് മനസ്സിലാക്കി അതിനെ വേണ്ടുന്ന പ്രോത്സാഹനം കൊടുക്കുന്നത്? അത് എൻ്റെ അമ്മയാണ് ആദ്യം ഇവനെ ഇങ്ങനെ കൊണ്ടുവിടാനുള്ള ഇത് ഡെയിലി കൊണ്ടുവിടാനും അമ്മയും ഹസ്ബൻഡും വന്ന് മുന്നിട്ടിറങ്ങിയത് ഇതിനു വേണ്ടിയിട്ട്. അപ്പോൾ അമ്മമ്മയാണ് ഇവൻ്റെ വിജയത്തിൻ്റെ രഹസ്യം? അതെ, അമ്മയാണ്. ഇപ്പോൾ മത്സരത്തിന് കൊണ്ടുപോയതും അമ്മയും ഹസ്ബൻഡും കൂടിയിട്ടാണ്. പിന്നെ അവരെന്നെയാണ് പ്രോത്സാഹനം.
കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിച്ച് നവകേരള സൃഷ്ടിക്കായി അണിനിരക്കണമെന്ന് കേരള NGO യൂണിയൻ പയ്യന്നൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. യൂണിയൻ ജനറൽ സെക്രട്ടറി MB ശശിധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലേബർ കോഡുകൾ പിൻവലിക്കുക, സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തുക തുടങ്ങിയ 10 പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. NGO യൂണിയൻ ജനറൽ സെക്രട്ടറി MV ശശിധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി PV മനോജ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CP മുരളീധരൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP വിനോദൻ, B പവിത്രൻ എന്നിവർ സംസാരിച്ചു. MD ലിജുവിനെ പ്രസിഡന്റായും AP ഹരീഷ്, PV രാധാകൃഷ്ണൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, PV മനോജിനെ സെക്രട്ടറിയായും, T സന്തോഷ് കുമാർ, T രമ്യ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, CP മുരളീധരനെ ട്രഷററായും സമ്മേളനത്തിൽ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കലയും സ്നേഹവും സമന്വയിക്കുന്ന അപൂർവമായ സംഗീത സമർപ്പണത്തിന്റെ കഥയാണ് കരിവെള്ളൂരിലെ റിട്ടയർഡ് അധ്യാപകൻ ഹരിമോഹനന്റേത്. തന്റെ പിതാവായ ശിവപാലനോടുള്ള ആദരസൂചകമായി മൃദംഗത്തിൽ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ശിവപാലതാളം ശ്രദ്ധേയമാവുകയാണ്. കലാലോകത്ത് പിതാവിനോടുള്ള സ്നേഹവും ആദരവും ഒരു പുതിയ താളരൂപമായി സമർപ്പിച്ചിരിക്കുകയാണ് മൃദംഗവാദകൻ ഹരിമോഹനൻ. ആദ്യം ഞാൻ ശിവതാളം പരിചയപ്പെടുത്തുന്നു. 13 അക്ഷരകാലമാണ് ഇതിന്. തന്റെ പിതാവും പ്രശസ്ത സിനിമ നൃത്ത സംവിധായകനുമായിരുന്ന ശിവപാലന്റെ ഓർമ്മയ്ക്കായി ഹരിമോഹനൻ ചിട്ടപ്പെടുത്തിയ ശിവപാലതാളം ഇന്ന് സംഗീത ലോകത്ത് ശ്രദ്ധേയമാവുകയാണ്. പരമ്പരാഗതമായി മൃദംഗത്തിൽ 175 താളങ്ങളാണുള്ളത്. എന്നാൽ തന്റെ പിതാവിന് കലാരംഗത്ത് അർഹമായ പരിഗണന ലഭിക്കാത്തതിലുള്ള വിഷമത്തിൽ നിന്നാണ് പുതിയൊരു താളം സൃഷ്ടിക്കാൻ ഹരിമോഹനൻ തീരുമാനിച്ചത്. പിതാവിന്റെ പേരും സ്മരണയും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ താളത്തിന് ശിവപാലതാളം എന്ന പേര് നൽകിയത്. നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ 2006 ഹരിമോഹനൻ ഈ താളം അരങ്ങിലെത്തിച്ചത്. ഞാൻ ചെയ്യുന്ന വളരെ ശ്രമകരമായ കാര്യങ്ങളാണ്. അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോഴും ഞാൻ കാണിച്ചത്. അങ്ങനെ 13 അതേ സങ്കീർണ തിസ്രം എന്നുള്ള വഴിയിൽ കൂടി ആദ്യതാളത്തിൽ വായിക്കാനും വീണ്ടും ആദ്യതാളത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിൽ ചെയ്യാനും എന്ന് പറഞ്ഞാൽ ആദ്യതാളത്തിൻ്റെ മിശ്രതിസ്രം എന്ന് പറയും. 3 മിശ്രം ഒരു കൈയോട് ഇട്ടുകൊണ്ട് ഇപ്പുറം ഗണ്ഡം വായിക്കുക. അത് വളരെ ശ്രമകരമാണ്. സംഗീത സംവിധായകൻ V ദക്ഷിണാമൂർത്തിയുടെ സാന്നിധ്യത്തിലായിരുന്നു താളത്തിന്റെ അവതരണം. പ്രശസ്ത വിദ്വാൻമാരായ ഡോക്ടർ കാളിദാസ്, തഞ്ചാവൂർ TK മൂർത്തി എന്നിവർ ഹരിമോഹനന്റെ ഈ പുതിയ പരീക്ഷണത്തെ അഭിനന്ദിച്ചു. 13 അക്ഷരകാലം വരുന്ന താളമാണിത്. ആദ്യ താളത്തിന്റെ 8 അക്ഷരകാലത്തിന് തുല്യമായി 7 കാലങ്ങൾ മൃദംഗത്തിൽ വായിച്ചതോടെയാണ് ഇത് ശ്രദ്ധേയമായത്. ഈ താളത്തിന് തുല്യമായി കർണാടക സംഗീതത്തിൽ ദർബാർ എന്ന രാഗവും അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. കരിവെള്ളൂർ ഓണക്കുന്നിലെ റിട്ടയർഡ് അധ്യാപകനായ ഹരിമോഹനൻ 14 വയസ്സിലാണ് മൃദംഗ പഠനം ആരംഭിക്കുന്നത്. തഞ്ചാവൂർ TK മൂർത്തി, മല്ലികാർജുന ശർമ്മ, പാറശാല രവി തുടങ്ങിയ പ്രഗത്ഭരായിരുന്നു ഗുരുക്കന്മാർ. നിലവിൽ USA-യിലും യൂറോപ്പിലും ഉൾപ്പെടെ നിരവധി വേദികളിൽ അദ്ദേഹം ഈ താളം അവതരിപ്പിച്ചു വരുന്നു. പുതിയ തലമുറയ്ക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ മൃദംഗത്തിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്താനാണ് ഹരിമോഹനന്റെ ഇപ്പോഴത്തെ തീരുമാനം. 2014 കരിവെള്ളൂർ പാട്ടിയമ്മ AUP സ്കൂളിൽ നിന്നും ഇദ്ദേഹം വിരമിച്ചു. ഭാര്യ റിട്ടയർഡ് അധ്യാപിക KV പ്രസന്ന, പ്രിയ, പ്രവിത എന്നിവരാണ് മക്കൾ. പുതുതലമുറയ്ക്കു വേണ്ടി എന്തെങ്കിലും നൽകണമെന്ന ആഗ്രഹത്തിന്മേൽ കൂടുതൽ പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുകയാണ് ഹരിമോഹനൻ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചുമട്ടുതൊഴിലാളി പയ്യന്നൂർ യൂണിറ്റിൽ നിന്നും വിരമിക്കുന്നവർക്ക് യാത്രയയപ്പും വിവിധ മേഖലകളിൽ വിജയം നേടിയവർക്കുള്ള അനുമോദനവും നടന്നു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ B പൂളിൽ നിന്നും വിരമിക്കുന്ന MV മോഹനൻ, E നാരായണൻ, G പൂളിൽ നിന്നും വിരമിക്കുന്ന PV രാധ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. ഇന്റർനാഷണൽ ടൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം നേടിയിട്ടുള്ള ഇഷാമിയും പ്രിയപ്പെട്ടവർ, നമ്മുടെ പയ്യന്നൂർ ചുമട്ട് മേഖലയിൽ നിന്ന്
നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുദീർഘമായ കാലത്തെ പ്രവർത്തനം, ആ പ്രവർത്തനത്തിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള അന്തിമ നിലയിലാണ് 3 പേരും റിട്ടയറായി പുറത്തേക്ക് പോകുന്നത്. പയ്യന്നൂർ നഗരസഭാ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്ത SV രമേശൻ ഏഷ്യൻ മാസ്റ്റേഴ്സ് മീറ്റിൽ 800 മീറ്ററിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വെള്ളി മെഡൽ നേടിയ T ഭാർഗവൻ, ഇന്റർനാഷണൽ തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം നേടിയ ഇഷാൻ വിവി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. INTUC പയ്യന്നൂർ റീജിയണൽ പ്രസിഡന്റ് KV മോഹനൻ അധ്യക്ഷത വഹിച്ചു. K മോഹനൻ, UV രാമചന്ദ്രൻ, TT രാജൻ, NV വിജയൻ, M അശോകൻ, M നാരായണൻ, N അജയൻ, P വിനോദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ നടന്നു. ഗായകനും സംഗീത സംവിധായകനുമായ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. പത്ര, ദൃശ്യ, ശ്രവ്യ, ഡിജിറ്റൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സ്വതന്ത്ര സംഘടനയായ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ഗായകനും സംഗീത സംവിധായകനുമായ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. നാടക ഗാനരചയിതാവും തിരക്കഥാകൃത്തും സംവിധായകനുമായ ജയൻ തിരുമന മുഖ്യാതിഥിയായി. V സെയ്ദ് അധ്യക്ഷത വഹിച്ചു. പ്രതിനിധി സമ്മേളനത്തിൽ റഫീഖ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളിലെ മുതിർന്ന മാധ്യമപ്രവർത്തകർക്കുള്ള ആദരവും സംസ്ഥാനതലത്തിൽ നടത്തിയ മത്സരത്തിൽ അച്ചടി, വിഷ്വൽ മീഡിയകളിൽ നിന്നും മികച്ച മാധ്യമപ്രവർത്തകരായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രഖ്യാപനവും നടത്തി. KMPU മാധ്യമ പുരസ്കാരത്തിന് C മൂസ പെരിങ്ങോട്, മടവൂർ അബ്ദുൽ ഖാദർ, മോഹനൻ ചീക്കിലോട്ട് എന്നിവർ അർഹരായി. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് ഹോം ഗാർഡ് മീറ്റിൽ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണവും 1500 മീറ്ററിൽ വെള്ളിയും സംസ്ഥാന തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ സ്വർണവും നേടിയ KMPU പയ്യന്നൂർ മേഖലാ കമ്മിറ്റി അംഗം സിദ്ധാർത്ഥിനെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ട്രേഡ് യൂണിയനുകൾക്ക് ദോഷകരമായ വ്യവസായ ബന്ധക്കോഡ് പിൻവലിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, ക്ഷേമനിധിയിൽ ചേരാൻ കഴിയാതിരുന്ന 60 വയസ്സ് കഴിഞ്ഞ മാധ്യമപ്രവർത്തകർക്ക് പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം മുന്നോട്ട് വെച്ചു. പ്രസിഡന്റായി പീറ്റർ ഏഴിമലയെയും ജനറൽ സെക്രട്ടറിയായി V സെയ്ദിനെയും ട്രഷററായി ഹർഷകുമാറിനെയും വൈസ് പ്രസിഡന്റായി മത്തായി കേരളം, AA ജോർജ്, ഹമീദ് കോക്കൂർ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. NGO ചെയർമാനായി M റഫീഖ് മുഹമ്മദ്, NGO കൺവീനറും പ്രൊജക്ട് കോർഡിനേറ്ററുമായി സുവേഷ് ബാബു എന്നിവരെയും തിരഞ്ഞെടുത്തു. സംസ്ഥാന ജൂനിയർ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 20 മുതൽ 22 വരെ കാലിക്കടവിലും തൃക്കരിപ്പൂരിലുമായി നടക്കും. ചാമ്പ്യൻഷിപ്പിൽ 14 ജില്ലകളിൽ നിന്നുമായി ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ 600 പേർ പങ്കെടുക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി തലങ്ങളിൽ അംഗീകാരമുള്ള ബേസ്ബോളിന്റെ സബ് ജൂനിയർ വിഭാഗത്തിൽ ആദ്യമായാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിലും കാലിക്കടവിലുമായി നടക്കുന്നത്. ചാമ്പ്യൻഷിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ടീമുകൾ മാറ്റുരയ്ക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ നിന്നും ദേശീയ മത്സരത്തിലേക്കുള്ള സംസ്ഥാന ടീമിന്റെ തിരഞ്ഞെടുപ്പും നടക്കും. 3 ദിവസം നീളുന്ന ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 20 വൈകിട്ട് 3 മണിക്ക് കാലിക്കടവ് മൈതാനത്ത് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യും. സ്പോർട്സ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ P രഘുനാഥ് മുഖ്യാതിഥിയാകും. ഫെബ്രുവരി 22 വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്യും. 14 ജില്ലകളിൽ നിന്നുമായി ആൺകുട്ടികളും പെൺകുട്ടികളും ഒഫീഷ്യൽസും ഉൾപ്പെടെ ചാമ്പ്യൻഷിപ്പിൽ 600ഓളം പേർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നവർക്കായി ഫെബ്രുവരി 21 വൈകിട്ട് കാലിക്കടവിൽ ഇഫ്താർ സംഗമം നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം PP അശോകൻ, ബേസ്ബോൾ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് KPC മുഹമ്മദ് കുഞ്ഞി, സെക്രട്ടറി AGC ഹംലാദ്, സംഘാടക സമിതി കൺവീനർ കരീം ചന്ദേര എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻസ് മേഖലാ സമ്മേളനം പയ്യന്നൂരിൽ നടന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ CA അനീഷ് ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ പയ്യന്നൂർ മേഖലാ സമ്മേളനം ടോപ്പ് ഫോം ഓഡിറ്റോറിയത്തിൽ ഡോക്ടർ ധനലക്ഷ്മി നഗറിൽ നടന്നു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ CA അനീഷ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ബേസിൽ PC ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദിവ്യ GR നായർ രക്തസാക്ഷി പ്രമേയവും ഹരിപ്രിയ P അനുശോചന പ്രമേയവും TS പ്രദീപ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജോസ് കുര്യൻ, EC രമേശൻ, റീന PV, കൃഷ്ണൻ DC തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KSSPA കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ T കരുണാകരൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനം നടത്തി. പഴയങ്ങാടി വ്യാപാരി ഭവനിൽ KSSPA സംസ്ഥാന സെക്രട്ടറി K രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന ടി കരുണാകരൻ മാസ്റ്ററുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ KSSPA കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി വ്യാപാരി ഭവനിൽ വെച്ച് ടി കരുണാകരൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനം നടത്തി. KSSPA സംസ്ഥാന സെക്രട്ടറി K രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രവീന്ദ്രൻ കൊയ്യോടൻ ടി കരുണാകരൻ മാസ്റ്റർ അനുസ്മരണം നടത്തി. ജില്ലാ പ്രസിഡന്റ് MP കുഞ്ഞുമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. VV ഉപേന്ദ്രൻ, KV ഭാസ്കരൻ, PP ചന്ദ്രാംഗതൻ, K മോഹനൻ, P സുഖദേവൻ, P അബ്ദുൽ ഖാദർ, MP ദാമോദരൻ, N രാമചന്ദ്രൻ, N തമ്പാൻ, VP ശേഖരൻ, P സുബ്രഹ്മണ്യൻ, V മണികണ്ഠൻ, A ഉഷ, P ലക്ഷ്മി, VKV രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. സാമ്പത്തിക വിദഗ്ധനും എഴുത്തുകാരനുമായ KG സുധാകരന്റെ ഇന്ത്യ വിൽപ്പനയ്ക്ക് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം വീട്ടുമുറ്റത്ത് നടന്നു. ഓടക്കുഴൽ അവാർഡ് ജേതാവ് EP രാജഗോപാലൻ മാസ്റ്റർ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനും എഴുത്തുകാരനുമായ KG സുധാകരന്റെ ഏറ്റവും പുതിയ പുസ്തകമായ ഇന്ത്യ വിൽപ്പനയ്ക്ക് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കരിവെള്ളൂരിലെ KG സുധാകരന്റെ ഗൃഹാങ്കണത്തിൽ നടന്നു. കേരള ഗ്രാമീണ ബാങ്ക് റിട്ടയറീസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓടക്കുഴൽ അവാർഡ് ജേതാവ് EP രാജഗോപാലൻ മാസ്റ്റർ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. MV കരുണാകരൻ മാസ്റ്റർ, S ജ്യോതി എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. M ശശിമോഹനൻ പുസ്തക പരിചയം നടത്തി. KG സുധാകരൻ, CP നരേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. കരിവെള്ളൂർ A1 ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ MT അനുസ്മരണം സംഘടിപ്പിച്ചു. ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ K ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ A1 ക്ലബ്ബ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ MT അനുസ്മരണം സംഘടിപ്പിച്ചു. ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന MD കാലം ഓർമ്മ എന്നു പേരിട്ട പരിപാടി പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ K ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. NK വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ P വിജയകുമാർ, PV ഗണേശൻ, KV രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് MA റഹ്മാന്റെ കുമാരനെല്ലൂരിലെ കുളങ്ങൾ എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. കണ്ണൂർ ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് പിലാത്തറ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. JKA ഇന്ത്യ കണ്ണൂർ ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് പിലാത്തറ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. M വിജിൻ MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലേഖ KV, കേരള സ്റ്റേറ്റ് ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായ് ഷാക്കിർ PK തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു.